നമസ്കാരം. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. കേരളത്തിലെ ജനങ്ങളുടെ അന്നം പോലും മുട്ടിക്കുന്ന തരത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. ഇതൊക്കെ തുടരുമ്പോഴും സർക്കാർ മൗനത്തിലും. നിലവിൽ 6 മാസത്തോളമായി റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെയൊരു അവസ്ഥ വരാൻ കാരണമായതാകട്ടെ കേന്ദ്ര സർക്കാരിലേക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താത്തതൊക്കെ തന്നെയാണ്. ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് കാലഘട്ടമാണല്ലോ വൈദ്യുതിയും അഥവാ പവർ കട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ ജനറേറ്റർ സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് മണ്ണെണ്ണ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള മെല്ലെപ്പോക്കും. എന്നാൽ പണമുള്ളവര് ഇത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ പോലും സാധാരണക്കാരന് മണ്ണെണ്ണ എന്നും വലിയൊരു പ്രശ്നം തന്നെയാണ്. മണ്ണെണ്ണ ലഭ്യത കുറയുന്നത് പലർക്കും ജോലി തന്നെ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. പണക്കാരന് മണ്ണെണ്ണ ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും ഇതുമൂലം കഷ്ടതയിലാകുന്ന ഒരു പറ്റം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിൽ പ്രധാനികളാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. സബ്സിഡി മണ്ണെണ്ണ മുടങ്ങുന്നത് ഇവരെ സംബന്ധിച്ച് കടലിൽ പോക്കുവരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. എല്ലാ മാസവും നിശ്ചിത അളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നിർബന്ധമായും മണ്ണെണ്ണ വിതരണം ചെയ്യണമെന്നിരിക്കെയാണ് 6 മാസത്തോളമായി കേരളത്തിൽ മണ്ണെണ്ണ വിതരണം അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. 42 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾക്ക് 24.81 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ വേണമെന്നിരിക്കെ കേന്ദ്രത്തിൽ നിന്ന് അലോട്ട് ചെയ്തിരിക്കുന്ന 7 ലക്ഷത്തോളം ലിറ്റർ മണ്ണെണ്ണയും നീക്കിയിരിപ്പ് മണ്ണെണ്ണയായിട്ടുള്ള 1 ലക്ഷത്തോളം ലിറ്റർ മണ്ണെണ്ണയും കൊണ്ട് കാര്യം കഴിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. വിതരണ കമ്മീഷനിലെ കുറവ് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ ഡീലർമാരിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം. എന്നാൽ ഇത്തരം പ്രതിസന്ധിയും ഇത്തരം പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ സർക്കാരുകൾ ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇല്ല, അതാണ് വസ്തുത. ഈ മണ്ണെണ്ണ വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇതേ മെല്ലെപ്പോക്ക് തന്നെയാണ് സർക്കാർ തുടരുന്നത്. അതായത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പുല്ലുവില എന്ന് ചുരുക്കം. മണ്ണെണ്ണയുടെ ലഭ്യത കുറവ് മാത്രമല്ല, സപ്ലൈകോയിലേക്ക് നോക്കിയാലും ഇതേ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുക. ഇതാ ഓണം വരാൻ പോകുകയാണ്. ഓണസമ്മാനമായി സബ്സിഡിയിൽ ലഭ്യമാകുന്ന സാധനങ്ങളുടെ വിലയൊക്കെ കുറച്ചുകൊണ്ടാണ് ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെങ്കിലും ഇപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ്സിഡി സാധനങ്ങളുടെ വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോ. അരി, പരിപ്പ്, പഞ്ചസാര എന്നിവയുടെ വിലയൊക്കെ കൂട്ടിയിരിക്കുന്നു. ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കാൻ ഇരിക്കെയാണ് ആ സ്ഥാനത്തേക്ക് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന സർക്കാരിന്റെ തീരുമാനം കൂടെ പുറത്തു വരുന്നത്. പഞ്ചസാര കിലോഗ്രാമിന് 27 രൂപയിൽ നിന്ന് 33 രൂപയും മട്ടയരിക്ക് 30-ൽ നിന്ന് 33 രൂപയുമാക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചസാര എന്ന് പറഞ്ഞപ്പോൾ സപ്ലൈകോയിൽ പഞ്ചസാര കണ്ടിട്ട് കാലം കുറയായി എന്നതും പറയേണ്ടിയിരിക്കുന്നു. അതേസമയം കുറുവ അരിയുടെ വില കിലോഗ്രാമിന് 30 രൂപയിൽ നിന്ന് 33 രൂപയാക്കിയാണ് കൂട്ടിയിരിക്കുന്നത്. തുവരപ്പരിപ്പിന്റെ വില 111-ൽ നിന്ന് 115-ലേക്ക് ഉയർത്തി. ചെറുപയറിന്റെ വില മാത്രമാണ് അല്പം ഒരു ആശ്വാസം എന്ന രീതിയിൽ 2 രൂപ കുറച്ചിരിക്കുന്നത്. സപ്ലൈകോയിലെ വില വർധനവിൽ ഭക്ഷ്യവകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പർച്ചേസ് വില കൂട്ടിയതിനാലാണ് വില കൂടിയതെന്ന് വിശദീകരിക്കുന്നു. 4-5 മാസം കൂടുമ്പോൾ ചെറിയ ചില ക്രമീകരണങ്ങൾ വിലയിൽ ഏർപ്പെടുത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സപ്ലൈകോ നിലനിർത്തുകയാണ് പരമപ്രധാനമായ കാര്യമെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. ഇപ്പോഴും പൊതുവിപണിയേക്കാൾ സപ്ലൈകോയിലെ വില 30% കുറവെന്നും മന്ത്രി അവകാശപ്പെടുന്നു. ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചെന്നോ ഭക്ഷ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വില കൂട്ടൽ സപ്ലൈകോയിൽ കുത്തനെയുള്ള വില കൂട്ടൽ, അതും ഈ ഓണക്കാലത്ത് തന്നെയുള്ള വില കൂട്ടൽ, അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. ഓണക്കാലത്തിന് വേണ്ടി മാത്രം 300 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചത് ഈ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പാണ്. ഏകദേശം 600 കോടിയോളം ആവശ്യപ്പെട്ട സ്ഥാനത്തായിരുന്നു ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് ഏകദേശം 300 കോടി രൂപ അനുവദിച്ചത്. അതിന്റെ പ്രത്യാഘാതമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും സാധാരണക്കാരന്റെ കഞ്ഞിയിൽ പാറ്റ് വീഴുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇത്തരം നടപടികളിലൂടെയും നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ.